അപ്പോൾ അവൻ
ഭൂമിയാക്കിയ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചുള്ളത് ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നു എന്നും അവൻ ചെയ്തു. മോശെ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു, മുഖം മൂടി. യഹോവ അരുളിച്ചെയ്തത്, മിസ്രയീമിലെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയർ അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ കഷ്ടങ്ങൾ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവൻ അവരെ മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ദേശത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഇസ്രായേൽ അവരെ നേരിടുന്ന ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, ഈ അനുഗ്രഹമായ ഇസ്രായേലിനോട് മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ പർവ്വതങ്ങൾക്ക് അയക്കും. മോശെ ദൈവത്തോട് പർവ്വതങ്ങൾക്ക് പോകുവാനും ഇസ്രായേലിനോട് മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിക്കാൻ ഞാൻ മാത്രമുള്ളൂ എന്ന് പറഞ്ഞു. അതിനാൽ ഞാൻ ഈ ജനത്തെ മിസ്രയീമിൽ നിന്നും കൂട്ടിക്കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തിൽ ദൈവത്തെ ആരാധിക്കുന്നത് ഞാൻ അയച്ചതിന് അടയാളമാകും എന്ന്
അവിടുന്ന് ഞങ്ങളെ നടത്തി അതിനായി ചെയ്യുന്നു. ഇതാണ് തീർച്ചയായും സഭയുടെ നടത്തുവാൻ സാഹചര്യങ്ങൾ സഭയിൽ സൃഷ്ടിക്കാറുണ്ട്.
അവർ ഒരിക്കൽ കാലത്ത് പോകുമ്പോൾ സുരക്ഷിതമായി പ്രാർത്ഥിക്കുന്നു.
വിശേഷിക്കുക ഞങ്ങളുടെ പ്രാർത്ഥനകൾ പങ്കെടുക്കാതെ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരും ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടക്കാതെ രാജ്യവും ശക്തിയുമാണ് നീക്കുള്ളതാകുമല്ലോ. പരിമിതമായ സാഹചര്യത്തിൽ നമുക്ക്
ചെയ്യുന്നത് ആന്റിഗ്രാം ഇമ്പോർട്ടൻസ് വിദ്യാഭ്യാസം ആംസ്ട്രിം എ ഇമ്പോർട്ടൻസ് വിദ്യാഭ്യാസം സീരീസ് നമുക്കില്ല
വേദശാസ്ത്ര പഠനത്തിൽ നിന്നും മെനക്കെടാതെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് പറഞ്ഞ സ്വമേധയായി പുറപ്പെടുന്നതാണ്. തങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം, തങ്ങൾ കഴിയാത്ത ഒരു കാര്യം, അതിനെക്കുറിച്ച് ജനമധ്യേ മോശമായി പറഞ്ഞ് ജനത്തോട് വിശ്വാസമൊന്നുമില്ല എല്ലാം കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ സഭാവിശ്വാസികൾ പലപ്പോഴും ഈ വേദശാസ്ത്രം എന്ന് പറയുന്നതിനെ വലിയ കാര്യമായി എടുക്കാറ്. കുറച്ചൊക്കെ ആദ്യയോട് ചിന്തിക്കുന്നുണ്ട്. ഇതിലേക്ക് കാര്യമില്ല, നമ്മുടെ വിശ്വാസവും നമ്മുടെ ആത്മീയതയും ചിന്തയോടുകൂടെ അതായത് നമ്മുടെ വിശ്വാസത്തെ ശരിക്കും തിരിച്ചറിയാതെ ആരെങ്കിലുമൊക്കെ ഇതാണ് വിശ്വാസം പഠിപ്പിക്കുന്നത്, അതിന് പിന്നാലെ എന്താണ് ചെയ്യുന്നത്? ഇന്ന് ആ വിധത്തിൽ വഴിയനുഷ്ഠിക്കപ്പെട്ട ഒരു വിശ്വാസം സംഭവിക്കാൻ സഭയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്തരം ആരാധന ആരാധന കാരണം ഇതിന് ഞാൻ ആൾക്കാരില്ല. അവർക്ക് ശരിയാണ് ഇങ്ങനെ ഒരു മൈക്ക് ഓഫീസിൽ അവരുടെ കയ്യിൽ അവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം ഈ ലോകപ്രകാരമായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ വിശ്വാസം എന്ന ഒരു ചിന്ത മനുഷ്യ ഹൃദയങ്ങളിൽ ആയിപ്പോയി. ആ വിധത്തിൽ സമ്പത്തിൻ്റെതായിട്ടുള്ള ഒരു ആഗ്രഹം അതിനെ കുറിച്ചുള്ള ലക്ഷ്യമാണ് അധികമായി തോന്നുന്നത്. അപ്പോൾ ക്രമമൊന്നുമില്ല. ഭഗവാനെ ഓരോ വർഷങ്ങളെ വളരെ കാണാൻ സാധിക്കുന്നത് അവിടെ അപ്പൊ അത് നമ്മുടെ കാര്യമാണ്. അവിടെ ജീവിതത്തിലെ വളരെ ശാന്തമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിന്റെ കൽപ്പനപ്രകാരം ഞാൻ ചെയ്തിരിക്കുന്നത് ഈ ജനത്തിന് പ്രത്യേകമാണ്. അതുകൊണ്ട് ആകാശത്തിൽ നിന്ന് അഗ്നി ആ എന്താണ് നമ്മുടെ വിശ്വാസം എന്ന് അറിയില്ല. അതിനാണ് ഈ വചനങ്ങൾ പഠിച്ച് നമ്മുടെ വിശ്വാസം ക്രൈസ്തവ വിശ്വാസമാണെന്ന് തിരിച്ചറിയും. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. ആ വിശ്വാസമാണ് നമ്മെ ഏത് പ്രതിസന്ധികളിലും നിലനിർത്തുന്നത്, വഴിനടത്തുന്നത്. ആ വിശ്വാസമാണ് ദൈവത്തിലുള്ള ഉറപ്പ്. ആ ഉറപ്പിൽ അദ്വൈതമായിട്ടുള്ള ആ പ്രകടനങ്ങളെ ചിന്തിച്ചു പോകുന്നതിനാണ് ജീവിതത്തിൽ പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അതിനെ അനുഭവിക്കാൻ കഴിയാതെ കാണാൻ സാധിക്കും. ഇതൊക്കെ ഈ വൈദ്യുതിമാർക്ക് മോശെ എങ്ങനെയാണ് ദൈവത്തെ അറിയുന്നത് എന്നത് നാം കാണുകയും മോശയുടെ ജീവിതത്തിൽ ആ അറിവ് എങ്ങനെയാണ് അനുഭവമായി മാറിയത് എന്ന് കാണുക. നാം വേദശാസ്ത്രം പഠനം വിശ്വാസത്തെ അറിയുവാനും അനുഭവമാക്കുവാനുമുള്ള കാര്യമാണ്. വിശ്വാസം അറിയുക അതിനെ അനുഭവമാക്കുന്നത് പ്രവൃത്തികളിൽ കൊണ്ടുവരിക. നമുക്കറിയാം ഇസ്രായേലിൽ 400 വർഷക്കാലം അടിയോടായിരിക്കുന്ന സ്ഥലത്ത് അവിടെ ഒരാൾ ജനിച്ചവനാണ്. പക്ഷെ അന്നത്തെ രാജാവ്
ഇത് ഒഴിച്ചിട്ടേ കഴിയും. ഇതിന് കഴിച്ച് ആളുകൾ കുഞ്ഞുങ്ങൾ ഇവര് നദിയിലില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അവർക്ക് ജ്ഞാനത്തിലേക്ക് കയറി സൗദിയായ അമ്മയുടെ കയ്യിൽ കൊടുത്ത് നൈൽ നദിയിൽ കൊണ്ട് കൊടുക്കുകയാണ്. ആരെങ്കിലും വളർത്തുകയും ചെയ്തു. തീർച്ചയായിട്ടും വിട്ടത് അവിടുത്തെ വ്യാപാര ഭഗവതിമാണ് കുടിക്കേണ്ട ദിവസം ഈ പെട്ടി കണ്ട അവർക്ക് പോയത് തൊഴിലാളി പറയുകയാണ് സുന്ദരനായിരിക്കും. അവിടെ അതിനെ കാണിക്കുകയും അപ്പോ ഇതിന്റെ പാകങ്ങളുള്ള അറിയാൻ സാധിക്കും. ഉടനെ അവരുടെ സഹോദരിയായ ഞാനൊരു അമ്മയെ വിളിക്കുന്നു. കുഞ്ഞിന്റെ അമ്മയെ വിളിക്കുന്നു. ആ കുഞ്ഞ് സ്വന്തം അമ്മയുടെ വിളിച്ച് വാങ്ങുകയും മാറ്റുകയും പറഞ്ഞതാണ് പറഞ്ഞാൽ മോശയ്ക്ക് തന്റെ വിശ്വാസത്തെ അറിയാമായിരുന്നു, തന്റെ ദൈവത്തെ അറിയാമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ ഈ മാനവി മോശെ അമ്മയുടെ കാലത്തിലൂടെ ജീവിക്കുന്നത്. അപ്പോ വയസ്സ് അതിനുള്ളിൽ തന്റെ വിശ്വാസം തിരിച്ചെടുക്കാൻ മോശയ്ക്ക് സാധിക്കില്ല. അത് കഴിഞ്ഞ് ഉടനെ അയാളെ കൊണ്ടുപോകും. മോശയുടെ സ്വന്തം മകനായിട്ട് സ്വന്തം മകനായിട്ട് മോശയെ വളർത്തുകയാണ്. മോശയുടെ പേരിനെ ഭാവന്റെ മകളാണ്. അപ്പൊ അവിടെ മോശ വളരുന്നത് പർവ്വതത്തിലെ ഒരു പ്രജയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു അരവിന്റെ അംഗമായി ദൈവത്തെ അറിയുന്ന സ്ഥാനത്ത് ഒരു സാധ്യതയില്ല. ഇസ്രായേലിന്റെ ദൈവത്തെ അറിവ് വളർന്നാണ് മോശയെ ഇന്ന് മോശയുടെ ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ദൈവവിശ്വാസം. അങ്ങനെ ഇരിക്കുകയാണ് മോശയുടെ സഹോദരങ്ങളെ കാണാൻ പുറപ്പെടുന്നത്. അപ്പോ ആൾ പറഞ്ഞു നീ നീ എല്ലാവരുടെ കൂടെ ഉള്ളതാണ്. അപ്പൊ എല്ലാവരും നോക്കിയാലുള്ള സംഭവം നമുക്കറിയാം. ഇസ്രായേലിനെ ഉപയോഗിക്കുമ്പോൾ ഇസ്രായേലിനോട് ചേർന്ന മുസ്ലിം മകനെ കൂട്ടി. അടുത്ത ദിവസം പ്രശ്നമായപ്പോൾ രണ്ട് എബ്രായനാണ് സഹോദരികളെ നീ പ്രശ്നമാണ്. അത് മാത്രമല്ല പ്രബോധി കാര്യങ്ങളൊന്നും തീരുമാനിച്ചു. അതുകൊണ്ട് ഓടി വിദ്യാലയം ചെന്ന് ജീവിക്കുകയാണ്. അവിടെ വെച്ച് സന്ദർശിച്ചാൽ വിദ്യാലയ പുരോഹിത മക്കൾ 7 പേർ അവർ ആളുകൾ ജീവിക്കുന്നവരാണ്. അവരെ പ്രത്യേകിച്ച് സഹായിക്കുന്നു. ആ പുരോഹിതൻ മോശയെ തന്റെ വീട്ടിൽ കൂടെ ചേർക്കുകയാണ്. ആ പുരോഹിതൻ മോശയെ ആ മക്കൾ അറിയാമായിരുന്നു എന്നാണ്. അപ്പൊ അവിടെ ആ പുരോഹിതൻ തന്റെ മൂത്ത മകൾ ശുഭ്രാളെ ഈ മോശ വിവാഹം ചെയ്തു. മോശയ്ക്ക് യഹോവയെ അറിയുവാനോ ആ ദൈവത്തിന്റെ വിശ്വാസം തിരിച്ചറിയാൻ സാധിച്ചു. ഈ മോശ ഈ 40 വയസ്സിൽ ജീവിക്കുന്നത് മിസ്രൈമിലെ അറിവില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഈ ആളുകളെ വായിച്ചു കേൾക്കാൻ ആ അവിടെ ചെല്ലുമ്പോൾ ലളിതമായ കാഴ്ച ഒരു മുൾച്ചെടി കത്തിയിരിക്കുകയാണ്. പക്ഷെ അത് നിന്നുപോകുന്നു. വെറുതെ ആ ജ്വലിച്ചു കത്തുന്നു. പക്ഷെ അത് വെറുതെ ഇതെന്താ അത്ഭുതം എന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് ഒരു കൗതുകം ആ മുൾച്ചെടിയുടെ അടുത്തേക്ക്. അപ്പോ അത് വരുന്നതിന് ആ മുൾച്ചെടി ദൈവം കണ്ടപ്പോൾ ദൈവം ആ വ്യക്തി എന്താണ് അവിടെ കാരണം ഇതുവരെ തന്നെ അറിയാത്ത ആളുകൾ പേര് പറഞ്ഞു വളരെ കൃത്യമായി അടിപൊളി ആ ശബ്ദം കേൾക്കുമ്പോൾ ഭയമായി ദൈവത്തെ കാണുവാൻ ഭയന്ന് മുഖത്തെ പോവുകയാണ്. ഞാൻ പറഞ്ഞ് ഞാൻ നിന്റെ ദൈവത്തിലാവായ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെയും പിതാവാണ്, നിന്റെ പിതാവിന്റെ ദൈവമാണ്. അവിടെ അധർമ്മമെന്ന് പറഞ്ഞിട്ട് മോശയും ദൈവമായിട്ട് ബന്ധപ്പെടുന്നതെന്ന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നിനക്കറിയാം ഞാൻ ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടത
നിലവിളി കേട്ടു. അവരുടെ സങ്കടങ്ങളെ ഞാൻ അറിയുകയാണ്. അവരെ ഞാൻ വിളിക്കുകയാണ്. അവർക്ക് വിശാലമായ വാനം തേടി ഒഴുകുന്നതാണ് ദേശത്ത് അവർക്ക് കൊടുക്കും. അവർ വിടുതലായി ഞാൻ ദേശത്തെ കൊടുക്കും. അതിന് വേണ്ടി ഞാൻ പോവാൻ ഈ ജനത്തിൽ ഞാൻ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളോട് പ്രേരിപ്പിക്കും. നിങ്ങൾ ഈ വിധത്തിൽ വിടുതലാക്കി വരും എന്നുള്ളത് നിങ്ങളിവിടെ കടന്നു പോകുമ്പോഴൂടെ ദൈവത്തെ ആരാധിക്കുന്ന ആയാളായി ദൈവങ്ങളോടെ ഇവിടെ നാം മനസ്സിലാക്കുന്ന സമയം ജീവിക്കുന്നവരായ ജീവിതത്തെ ഈ സകലപ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവിനെ തിരിച്ചറിയാതെ ഒഴുകുമ്പോൾ ദൈവം സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോൾ ആ വ്യക്തി മോശെ ആ ദൈവത്തെ സമ്പൂർണ്ണമായി മനസ്സിലാക്കി. ആ മനസ്സിലാക്കലിലെ ഒന്നാമത്തെ പാഠമാണ് ദൈവം നമ്മെ പേരുകളാൽ അറിയുന്നതാണ്. മോശെ മോശെ പേര് പറഞ്ഞിരിക്കുക. അതിനർത്ഥം എല്ലാവരെയും ദൈവം പേര് പറഞ്ഞു വിളിക്കുവാനുള്ളതാണ്. തിയോളജിയുടെ ഒന്നാമത്തെ പാഠം ദൈവം നമ്മെ ഓരോരുത്തരെയും അറിയുന്നു എന്നതാണ്. രണ്ട് പറയുകയാണ്, നീ ഇങ്ങോട്ട് വരരുത്. എന്നാൽ കുറെ കാര്യങ്ങൾ നീ വാ രണ്ട് വ്യത്യാസമുണ്ട്. ഇപ്പൊ മോശെ വരുന്നതിനാണ് ഇതെല്ലാം കാണുന്ന കൗതുകത്തിന് ഒരു കൗതുക എല്ലാവരും കാണാം. ദൈവസന്നിധിയിൽ കൗതുകത്തിനായി അതാണ് നമ്മൾ പഠിക്കേണ്ട അടുത്ത പാഠം. ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു കൗതുകത്തിനായി ഇത് പലപ്പോഴും ആലയത്തിൽ വരുമ്പോൾ അതിന്റെ ആ ഒരു ഗൗരവം മനസ്സിലാക്കാം. ദൈവസന്നിധിയിൽ ഒരു തമാശയായി വരുന്ന അനുഭവം അതാണ് പലപ്പോഴും ആലയത്തിന്റെ പ്രശ്നങ്ങൾ കാണാം. ദൈവസന്നിധിയിൽ നീ അങ്ങനെ വരരുത്, നീ വരരുത്. വീണ്ടും പറയുകയാണെങ്കിൽ ആലയത്തിൽ നീ മനസ്സിലാക്കി നിൽക്കുന്ന സ്ഥലത്തിന്റെ പാപം മനുഷ്യൻ അങ്ങനെയാണെങ്കിൽ ആലയത്തിൽ ഇരിക്കുമ്പോൾ ഞാൻ ഒരു മാസം കൂടെ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യം പലതും ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പൊ ഇത് കണ്ടപ്പോൾ മോശയുടെ കാര്യം മനസ്സിലാക്കുന്നത് തന്നെ മനസ്സിലായ ദൈവമാണ്. ആ ദൈവത്തെ വിശ്വസിച്ചു. അതിൽ ഭയപ്പെട്ടു. ആ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു. ആ ഒരു വിനയം ദൈവം നമുക്ക് ആവശ്യമാണ്. ഇന്ന് ഞാൻ നടത്തുന്ന ഈ സ്റ്റേജിൽ ഈ വിനയമില്ല, ഈ ഭയമില്ല. അവരുടെ സ്വാമി നടത്തുകയും താമസം വിചാരിക്കുന്നു. വിശ്വാസം പറയുന്നത് അടിസ്ഥാനപരമായി ദൈവസന്നിധിയിൽ നമ്മൾ വിനയപ്പെടുത്തലാണ്. ആ ദൈവത്തിന്റെ മഹത്വത്തെ കാണുമ്പോൾ ആ ഭയഭക്തിയാണ്. അതില്ലാത്ത കാര്യങ്ങളൊന്നും ആരാധനയാണ്. അപ്പൊ അങ്ങനെ മുന്നോട്ട് നിൽക്കുന്ന മോശയോട് ദൈവം പറയുകയാണ്, എന്റെ ജനത്തിന്റെ അവരുടെ കഠിനെ കണ്ടു ഊഴിയക്കാരുടെ സങ്കടങ്ങളെ കണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ വിധത്തിൽ നമ്മുടെ ജീവിതത്തിലെ കഷ്ടതകളെ സങ്കടങ്ങളെ കാണുന്നതാണ്. അപ്പൊ അതിനെ നാം മനസ്സിലാക്കിലൂടെ നാം മനസ്സിലാക്കുക. ആഴത്തിലും പറയുന്നത് നീ നീ വാങ്ങിക്കണമെങ്കിൽ കൊടുക്കും, നീ അത് കാണാറുണ്ട്. ഇതൊന്നും നല്ല ദൈവങ്ങളുടെ ഇവിടെ എന്താണ് ദൈവമായിട്ടുള്ള കൂടിക്കാഴ്ചകൾ. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് കഷ്ടതയെ കാണുന്നത്, നിലവിളി വരുന്നവരായ സങ്കടങ്ങൾ കാണുന്നവരാണ്, ഞാൻ അങ്ങനെ നമ്മുടെ മുന്നിൽ ഇറങ്ങി വരുന്ന ആ ദൈവം പറയുകയാണ്, ഞാൻ ഈ സ്റ്റേജിലെ എന്റെ മക്കളെ ഞാൻ ഉപയോഗിക്കും. മാത്രമല്ല അവരെ ഞാൻ വാലന്റെ ദേശത്തേക്ക് എന്നാൽ പറയും. പക്ഷെ അവർ ചെയ്യുന്നത് മനുഷ്യരുടെ നന്ദിയാണ്. അവരോട് പറയാം, നിങ്ങൾ വരരുതെന്ന് പറഞ്ഞതാണ്. മോശയുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ദൈവത്തെ വിനയപ്പെടുത്തി ദൈവത്തെ ഭയപ്പെടുത്തുന്നവരായി മാറിയവരാണ്. നീ വാ, ഞാൻ നിന്റെ ഭവനത്തിലേക്ക്. അപ്പോ
സ്വാഭാവികമായിട്ട് മോശയ്ക്ക് കാരണം ഞാൻ ഓടിയത് പർവ്വതത്തിലാണ്. കാരണം അവിടെ പർവ്വതത്തിലാണ് ആഗ്രഹിച്ചുള്ളത് ഇനി ആഗ്രഹിക്കുന്നത്. അപ്പോൾ മോശ ദൈവത്തോട് പറയുക, ഞാൻ പർവ്വതത്തിൽ ചെല്ലുവാൻ ഈ ജനത്തെ ജീവിക്കുക. ഞാൻ എന്ത് മാത്രമല്ല, ഞാൻ എന്താണ് ദൈവമല്ല, ഞാൻ ഇതുകൊണ്ടുകൂടി പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയത്തിലാണ്. നമ്മുടെ കുറവുകളൊക്കെ നമ്മൾ ആ കുറവുകളെ വിജയമായി നടത്തുവാൻ കഴിയുന്ന ദൈവം നമ്മോട് പറയുന്നത് മറന്നുപോവുകയും അതുകൊണ്ടാണ് പല ഉത്തരവാദിത്തങ്ങളൊക്കെ വിമുക്തരാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, വികനായ മോശയോട് പറയുക, ഇതെല്ലാം നാവും മൂക്കും കണ്ണൊക്കെ ശ്രദ്ധിച്ച് ഞാനിത് എന്ന് പറയുന്നില്ല. ഞാൻ നിങ്ങളോട് പ്രേരിക്കുന്നു പറയുമ്പോൾ നമ്മോട് എല്ലാവരോടും പറയുന്ന വാക്കുകൾ ആ വിധത്തിൽ നമ്മൾ നടത്തുന്നാൽ അത് ഉറപ്പുവരുത്തുന്നു. നിശ്ചയമായി ഈ മലയിൽ അത് ഉറപ്പെടുന്നെങ്കിൽ നാം കടന്നു വരുന്ന ജീവിതാവസ്ഥയിൽ നമുക്ക് ആശ്വാസം ആ ദൈവത്തെ നാം ആദ്യം അറിയണം. ആ ദൈവവാക്യങ്ങളല്ല നേരിട്ടറിയണം. അതിനാണ് നൽകിയിരിക്കുന്നത്. ഈ വചനത്തിലൂടെ ദൈവത്തെ നാം കാണുമ്പോൾ, ആ ദൈവത്തെ നമ്മൾ അറിയുമ്പോൾ, ആ അറിവ് വിശ്വാസത്തിലേക്ക് നയിക്കുന്നു. ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാണ്, പ്രവൃത്തിയായിട്ടാണ്. അതാണ് ഇന്നത്തെ വിഷയം. വേദശാസ്ത്രം വിശ്വാസത്തെ അറിയുകയും പ്രവൃത്തിയെ കൊണ്ടുവരികയും ചെയ്യുക എന്നത്. വേദശാസ്ത്രം എന്നത് ദൈവത്തെ നാം അറിയുന്ന വിശ്വാസത്തെ തിരിച്ചറിയുന്നു. വിശ്വാസത്തെ ജീവിത അനുഭവമാക്കുന്ന ഒരു പഠനക്രമമാണ് നിങ്ങളെ തിരിച്ചറിയുന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിൽ ഈ വേദശാസ്ത്ര പഠനം ആവശ്യമാണ്. അതുപോലെ എല്ലാവരും ജീവിതത്തിലൂടെ പഠിക്കുകയും അത് മാത്രമല്ല എല്ലാവരും നമ്മുടെ എല്ലാവരും അനുഭവസാക്ഷ്യം പഠിക്കുകയാണ്. ഓരോരുത്തരുടെയും അനുഭവസാക്ഷ്യമാക്കുക. ഞാനും ദൈവമായിട്ടുള്ള ജീവിതത്തിലായ ആ ദൈവമായ അനുഭവങ്ങൾ സാക്ഷീകരിക്കുമ്പോൾ അതെന്ത് വേദശാസ്ത്രമാണ്, ഇത് വിശ്വാസത്തിന്റെ പ്രകടനമാണ്. പാടുകൾ നാം എല്ലാവരും കൃത്യമായ വേദശാസ്ത്ര ദർശനമാണ്. ആ ദർശനത്തോട് ജീവിക്കുന്നത്, ആ ദർശനം, ആ വിശ്വാസം ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്നതാണ്. ആ വിശ്വാസം ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നതാണ്. നമ്മുടെ ജീവിത വിശ്വാസത്തെ പ്രതികരിക്കുവാൻ ദൈവത്തെ നന്നായി പഠിക്കാം. ദൈവത്തെ നാം അതിലൂടെ തിരിച്ചറിയാൻ ആ ദൈവമായി നടത്തുന്ന ജീവിതത്തിൽ സ്കൂളിലേക്ക് ഞാൻ നിങ്ങളോട് പറയുന്ന ആ ദൈവത്തിന്റെ നിശ്ചയമായി വിശ്വാസം തലമുറയായി നമ്മുടെ ജീവിതത്തെ അഭിമുഖീകരിക്കുവാൻ ദൈവത്തെ നമ്മളെ സഹായിക്കുമായിരിക്കട്ടെ. പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ അങ്ങയെ അറിയുവാൻ, അങ്ങയെ കാണുവാൻ, അങ്ങയോട് കൂട്ടായ്മ അങ്ങയോട് ചേർന്ന് ജീവിക്കുവാൻ ഞങ്ങൾക്ക് അവർ നൽകിയിരിക്കുന്ന അവസരങ്ങൾക്കായി സ്തോത്രം. മോശെ ദൈവത്തെ തിരിച്ചറിയുന്നു. അവരുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളിലും ദൈവത്തിനോട് ജീവിച്ച് വളരെ ധന്യമായ ജീവിതത്തിന്റെ ഉടമയായി ക്രിസ്തുവിനെ തിരിച്ചറിയുക, ഞങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തെ തിരിച്ചറിയുക, ഞാൻ നിന്നോട് പറയുന്ന ആ കർത്താവിനെ തിരിച്ചറിയുക, ആ കർത്താവിനോട് ജീവിക്കുവാൻ സഹായിക്കണം. ഞങ്ങളുടെ അനുഭവിക്കുന്നവരും ഞങ്ങളുടെ മനസ്സിലെ ഭാഷകളും സംശയങ്ങളും നമ്മുടെ വിശ്വാസവും വ്യത്യാസവും ജീവിക്കുവാൻ സഹായിക്കണം. പ്രത്യേകിച്ചും ഞങ്ങളുടെ പ്രാർത്ഥനകൾ നൽകിയ